അല്ല, അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ അവൻ എവിടെ കിടക്കും? അവനിവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്. സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടി കൂടെ കിടന്നോളും. പറ്റുകയല്ല. ഒരു വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടന്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടന്റെ പള്ളിക്ക് വെച്ചോ. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ചെറിയാച്ച ഒന്ന് സഹകരിക്കും. അയ്യോ, അത് മാത്രം പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരപ്പള്ളി തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെയും കിടന്നാൽ എനിക്ക് ഉറക്കം വരികയില്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം ഇത്! മൈക്കിൽ കൂടി വിളിച്ചു പോകുന്നല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്ന്? രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു. പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു. ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓമനക്കുട്ടാ? ശരിയാണോന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നുപേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ രാമ? രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുവലയിടന്ന് ഉറങ്ങാനല്ല. നട്ടപ്പാതിരാക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസം മുട്ടലോ കൂടെ പറയുന്നത് പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ? വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്, സൂക്ഷിക്കണം. ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ രണ്ട് കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. രാമ, നീ ചെല്ലേ. പോ. രാവിലെ ഇനി എത്തിയേക്കണേ. അയ്യരെ അവന് പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തേക്ക്. എന്താ ഇത്? എന്താടപ്പാ നീ അടച്ച്? എന്താ ഇത്? ഞാൻ തുമ്മിയതാ. നിന്റെ കൈ എവിടെ? എവിടെ? ഇതിനെ പുറകെ കിട്ടുന്നത്? മനുഷ്യൻ സ്വസ്ഥാനമില്ലെന്ന് വെച്ചാൽ അല്ലേ? എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. എന്താ? ഞാൻ ചുമച്ചതാ. ഉറങ്ങുമ്പോൾ സ്വത്ത് വരരുത്. എന്തത്? ഒന്നുമില്ല. നിന്റെ കൈ എവിടെ? രണ്ട് കൈ ഉണ്ടല്ലോ.
ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ദേ ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? പിഷാരുടെ അല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണനെ ഇതൊന്നും ഏൽക്കില്ലെന്ന്? ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുവില്ല. അയ്യർ അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാണ് ബുദ്ധി. അവനെ പറഞ്ഞു ഇവിടെ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല. 1 മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും. പ്രശ്നമാകില്ല. നറുക്കിട്ടെടുക്കാം. നമ്മുടെ 3 പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യരെടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ 1 മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ? ഇവൻ ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരുടെയും പേര് മാത്രം എഴുതിയിട്ട് കാണൂ. അത് ശരിയാ. ഒന്ന് വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ. അയ്യരെ പേരൊന്നും എഴുതിയിട്ടില്ല. അവിടെ ചുമ്മാ ഉണ്ട്. വിശ്വാസമായല്ലോ. കുലുക്കാവല്ല. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ തന്നെ. അയ്യരെ ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിനു മുമ്പ് വാകലങ്ങ് ചാരിയത്. കിടക്കണം. കിടന്നോ? ഏതായാലും ഇവിടെ കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ആ മൂലയിലിട്ട് കിടന്നു. പിന്നൊരു കാര്യം, രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്കെതിരെ ഒന്നും കയറി വന്നേക്കരുത്. വിശാരടിയെ പോലില്ലെങ്കിലും കുറച്ചൊക്കെ ശകുനത്തിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ നിന്ന് ആവശ്യത്തിന് ആട്ടും തൂപ്പും കിട്ടുന്നുണ്ട്. കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഉറക്കം വെക്കും, സഹിച്ചോണം. ഗുഡ് നൈറ്റ്. പാതിരാത്രി മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് എന്തുവാടാ പ്ലാൻ ചെയ്യുന്നേ? ഒന്നും ഇവിടെ നടക്കുകയല്ല. ഉറക്കമില്ലാത്ത മനുഷ്യനാടാ ഞാൻ. കേരളത്ത് കഥകടയ്ക്ക് വിശാരടി, കഥ തുറക്കാൻ. ശാരടി, അവൻ തുറന്നു കൊടുക്ക്, ഇല്ലെങ്കിൽ എന്റെ കഥ കല്ലിയെ വിളിക്കും. കഥ തുറക്കാനാ പറഞ്ഞത്. ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര ആനച്ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ? ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതിൽ പൂട്ടും. രാവിലെ തുറന്നോളാം. വലിയ ഉപകാരം.
അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും അല്ല PWD ഒന്ന് പിരിച്ചു വിട്ടത്. ഒന്നുമില്ല. നിന്റെ കാലിന്റെ വേദന എങ്ങനെയുണ്ട്? വേദന ഉണ്ടാക്കി വേദന ഉണ്ടോന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊരാനന്ദം പോലെയുണ്ട്. ശരീരത്തിന്റെ എന്ത് വേദനയും ഞാൻ സഹിച്ചോളാം. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കെ ഇങ്ങനെ ഒരു ഭാര്യയുടെ മനസ്സിന്റെ വേദന ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ പോയി അന്വേഷിച്ചിരുന്നു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇൻസ്പെക്ടർ 2 തവണ ഇവിടെ വന്നിരുന്നു. അയാളെ കാര്യമായിട്ടൊന്ന് കാണണം. ഇതെവിടെ പോയി ഒളിച്ചിരിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എവിടെ വേണേ പോയി ഒളിച്ചിരിക്കട്ടെ, കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. ലക്ഷ്മി, ഓ നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടൻ എന്തിന്റെ അസുഖം? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്കാ. നീ ആരുടെ അടുത്താണ് അവിടെ നിന്ന് കൈക്കറ കാണിച്ചോണ്ടിരുന്നത്? ചുമ്മാ ഇരിക്കായിരുന്നു ഇവിടെ. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ നീ ഇവിടുത്തെ ആരാന്ന്? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യരെ, ഇവൻ ഇവിടുത്തെ ആരാ? അവൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു പയ്യൻ. വേണ്ടപ്പെട്ട പയ്യനൊന്നും അല്ല, ഇവിടുത്തെ വേലക്കാരനാ. വേലക്കാരൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വെച്ചാട്ടെ. ആ. പാലടച്ചേക്ക്. ഓ. ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നടാ. ആഹാ, നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ആ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ? മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. തീർന്നോ ജോലി? ആ, തോർന്നു. ഇനിയിപ്പോ ഒരു പണി ഇല്ല. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? തുപ്പി. മുറ്റത്ത് തുപ്പാൻ മേലായിരുന്നോ? എനിക്കിപ്പോ ഇവിടെ തുപ്പാനാണ് തോന്നിയത്. എവിടെയാണെങ്കിലും തുപ്പുക എന്നുള്ളത് എന്റെ ജോലി, അത് തുടയ്ക്കുക എന്നുള്ളത് നിന്റെ ജോലി. കാരണം നീ ഇവിടുത്തെ വേലക്കാരനാണ്. തുടക്കടാ, തുടക്കടാ. പോയി കഴിക്കൊണ്ടോടാ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷർട്ടിനകത്ത് കയറി നടന്നോളൂ. 10 പേര് കണ്ടാലെങ്കിലും വേലക്കാരനാണെന്ന് തോന്നണ്ടേ? ഈ ഒരു കാര്യത്തില് ഞാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കുക. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ആഭ്യന്തരമന്ത്രിയുടെ ഡ്രൈവർ നമ്മൾ അലിയച്ചാരാണ് സാർ. ഒരു ട്രാൻസ്ഫറിനെങ്കിലും പ്രയോജനപ്പെട്ടില്ലേ പിന്നെ പണ്ട് പെങ്ങളെ കെട്ടിച്ചോടത്തോണ്ട് എന്താ കാര്യം? അത് ശരിയാ. മണ്ണിത്തിരട്ടാ മതിയോ സാർ? ആ മണ്ണ് കുറച്ചുകൂടെ വേണം. തെക്കേ മൂലയ്ക്ക് കുറച്ച് മണ്ണിന്റെ കുറവുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഈ മണ്ണും ചെടികളൊക്കെ നാട്ടുകാർ സംഭാവന എന്നാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആരും തരും റഹ്മാൻ. പക്ഷേ ചോദിക്കാൻ പഠിക്കണം. പോലീസുകാരനെ ചോദിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ സാറേ? അവന്റെ ജന്മം തന്നെ ചോദിച്ചു മുടിയാനുള്ളതല്ലേ? ഇൻസ്പെക്ടർ സാറേ, അവിടുന്ന് മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. കൊച്ചെ നീ കാര്യം വെട്ടി തുറന്നു പറ. തലയും വാലില്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഒരാഴ്ചയായിട്ട് പുറകെ നടക്കല്ലേ സാറേ. റഹ്മാൻ, സ്വന്തം അനിയനെ വീട്ടുപറമ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പരാതി.
ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ തമ്മിൽ ഇങ്ങനെ കലയിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കും.